ഈ ലെക്ചറിൽ യൂസറുടെ കയ്യിൽ നിന്ന് ലിസ്റ്റിനെ എങ്ങനെ ഇൻപുട്ട് ആയിട്ട് മെയിൻലി പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോംസിൽ മേടിക്കുന്നതെന്ന് നോക്കാം. സ്പേസ് സെപ്പറേറ്റഡ് ഇൻപുട്ട് ലിസ്റ്റ്. ഫസ്റ്റ് എത്ര എലമെന്റ്സ് ഉണ്ട് ലിസ്റ്റിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞ് ലിസ്റ്റിലെ എലമെന്റ്സ് മുഴുവൻ സ്പേസ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യും. ഇങ്ങനെ പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോംസിൽ നിങ്ങളോട് യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് മേടിക്കാൻ പറയും. അന്നേരം അതെങ്ങനെ മേടിക്കുന്നതെന്ന് ഈ താഴത്തെ ബ്ലോക്ക് ഓഫ് കോഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. n ഈക്വൽ ടു ഇൻഡ് ഓഫ് ഇൻപുട്ട്. ഇൻഡ് ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 4 എൻ്റർ ചെയ്യുമെന്ന് വെച്ചോ, അത് ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും നമ്മൾ കിട്ടുക. ആ സ്ട്രിങ്ങിനെ നമ്മൾ ഇൻറ്റീജർ ആക്കി മാറ്റി എന്നിട്ട് n എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് s ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ 1 2 3 4 എന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത എലമെന്റ്സിനെ എല്ലാം s എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്തു. l ഈക്വൽ ടു എം ഡി ലിസ്റ്റ് ഫോർ എലമെന്റ് ഇൻ എസ് ഡോട്ട് സ്പ്ലിറ്റ് എൽ ഡോട്ട് അപ്പൻഡ് ഇൻഡ് എലമെന്റ്. നമ്മൾ ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഈ എലമെന്റ്സ് 1 2 3 4 എല്ലാം കയറ്റാൻ നോക്കുവാണ്. അതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് നോക്കാം. എസ് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 1 2 3 4 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ നമ്മൾ ഒരു ലിസ്റ്റിലോട്ട് കയറ്റി. ആ ലിസ്റ്റിൽ എങ്ങനെയായിരിക്കും ഈ 1 2 3 4 ഇരിക്കുക? എല്ലാം സ്ട്രിങ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. ഇവിടെ നമുക്ക് എസ് എന്ന് പറഞ്ഞ ആ സ്ട്രിങ്ങിനെ നമ്മൾ ഒരു ലിസ്റ്റ് ആക്കി മാറ്റി. എന്നിട്ട് ഓരോ എലമെന്റ് നമ്മൾ എടുത്തു. ഓരോ എലമെന്റും എടുത്തിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? അതിനെ ഇൻറ്റീജർ ആക്കി മാറ്റി. എന്നിട്ട് ഒരു ലിസ്റ്റ് എല്ലിലോട്ട് അപ്പൻഡ് ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 4 1 2 3 4 പ്രിന്റ് എൽ. നമുക്ക് എല്ലിൻ്റെ അകത്ത് 1 2 3 4 എന്ന് പറഞ്ഞ എലമെന്റ്സിനെ കിട്ടി. നമ്മൾ അത് സ്ട്രിങ് ആയിട്ടായിരുന്നു യൂസറിൽ നിന്ന് മേടിച്ചത്. അതിനെ ഒരു ലിസ്റ്റ് ആക്കി ഇവിടെ മാറ്റി. ഇതിനെ നമുക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ഉപയോഗിച്ചും എഴുതാൻ പറ്റും. നമ്മൾ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്താണെന്ന് കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചായിരുന്നു. n ഈക്വൽ ടു ഇൻഡ് ഓഫ് ഇൻപുട്ട്, l ഈക്വൽ ടു ഇൻഡ് ഓഫ് എലമെന്റ് ഫോർ എലമെന്റ് ഇൻ ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ്. നമ്മൾ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ഉപയോഗിച്ച് ഇവിടെ ഒരു ലിസ്റ്റ് എല്ലിലോട്ട് ഈ സ്ട്രിങ് 1 2 3 4നെ സ്റ്റോർ ചെയ്തു. എന്താ ഇവിടെ സംഭവിച്ചേ? ഇവിടെ സംഭവിച്ച ആ സെയിം സംഭവം തന്നെ. അതിനെ വേറെ രീതിയിൽ നമ്മൾ എഴുതിയെന്നേ ഉള്ളൂ. കമ്മിങ് ടു ലൈൻ സെപ്പറേറ്റഡ് ഇൻപുട്ട് ലിസ്റ്റ്. ആദ്യം നമ്മൾ എത്ര എലമെന്റ്സ് ഉണ്ട് ലിസ്റ്റിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. 4 എലമെന്റ്സ്. അത് കഴിഞ്ഞാൽ ഓരോ എലമെന്റും ഓരോ ലൈനിൽ നമ്മൾ എൻ്റർ ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കോഡ് നോക്കാം. n ഈക്വൽ ടു ഇൻഡ് ഓഫ് ഇൻപുട്ട് മേടിച്ചു, അതിനെ ഇൻറ്റീജർ ആക്കി മാറ്റി. l ഈക്വൽ ടു എം ഡി ലിസ്റ്റ് ഫോർ i ഇൻ റേഞ്ച് ഓഫ് 0 to n. എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്, 0 തൊട്ട് 4 വരെ. അന്നേരം ഈ ഫോർ ലൂപ്പ് എത്ര തവണ റൺ ചെയ്യും? 4 തവണ. l ഡോട്ട് അപ്പൻഡ് ഇൻഡ് ഓഫ് ഇൻപുട്ട്. ഓരോ എലമെന്റിനെ മേടിക്കും, അതിനെ ഇൻറ്റീജർ ആക്കും, അത് കഴിഞ്ഞ് ഈ ലിസ്റ്റിലോട്ട് അപ്പൻഡ് ചെയ്യും. ത്രീ ആണ് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് വെച്ചോ. 1 2 3 പ്രിന്റ് എൽ. നമുക്ക് എല്ലില് 1 2 3 എലമെന്റ്സ് സ്റ്റോർ ആയി. n ഈക്വൽ ടു ഇൻഡ് ഓഫ് ഇൻപുട്ട്. നമ്മൾ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ഉപയോഗിച്ച് ഈ സെയിം സംഭവം എങ്ങനെയാ ചെയ്യുന്നതെന്ന് താഴെ കൊടുത്തിരിക്കുന്നത്. 3 1 2 3 പ്രിന്റ് എൽ. അങ്ങനെ നമുക്ക് 1 2 3 എന്ന് കിട്ടി. ഇവിടെ ഞാൻ s എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. s എന്ന് പറഞ്ഞ ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഡയറക്റ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താലും ഈ സെയിം കോഡ് വർക്കാവും.